നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ആയുർവേദ മരുന്നിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജടാമയാതി ചൂർണമാണിത്. ജടാമാൻസി തുടങ്ങിയിട്ടുള്ള പേരുകളിലൊക്കെ തന്നെ ജടാമാൻസി എന്നുള്ള പേരുകളിലാണ് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്നത്. വളരെ ഔഷധ ഗുണങ്ങൾ ഏറിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് വാതരക്തം പോലെയുള്ള കണ്ടീഷൻസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ വാത പ്രശ്നങ്ങൾക്ക്, അതായത് വേദനകൾ, സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾ, രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരത്തിൽ ആസകലമായിട്ടുള്ള നീർക്കെട്ടുകളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് തൊടുന്ന സമയത്ത് അസഹിഷ്ണുതമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നവർക്ക് ആ ഭാഗത്തെ നീർക്കെട്ടും വേദനയും ഒരുപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജടാമയാതി ചൂർണം പുറമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് ഉള്ളിൽ കഴിക്കുന്നതിലൂടെയും പലവിധ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകുകയും അതുപോലെ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏത് വിധങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ജടാമയാതി ചൂർണത്തില് ജടാമാൻസി, ചന്ദനം, കുന്തിരിക്കം, രാസ്ന, അമ്മുക്കുരം മുതലായിട്ടുള്ള പ്രധാന ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. ഇവയൊക്കെ തന്നെ നമ്മുടെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ്. ഇനി ഇതിന്റെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഉള്ളിൽ കഴിക്കേണ്ട വിധവും അതുപോലെ തന്നെ പുറമേ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയുമാണ് പറയുന്നത്. ഉള്ളിൽ കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത്, ഇപ്പോൾ രക്തക്കുഴലുകളിലൊക്കെ തന്നെ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാത്ത അവസ്ഥകളിലേക്കൊക്കെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ജടാമാൻസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും ഇതൊരു ബ്രെയിൻ ടോണിക് ആയിട്ടാണ് ആയുർവേദത്തിൽ കണ്ടുവരുന്നത്. അതുപോലെ നെർവ്സിന്റെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയും ഏറെ ഗുണപ്രദമായിട്ട് തന്നെ ഉപയോഗിച്ചു പോരുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവലിനെ, പ്രത്യേകിച്ച് മോശം കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടി ഗുണകരമായിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത്, ജടാമാൻസി നമുക്ക് അങ്ങാടിക്കടകളിൽ റോ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നതാണ്. അപ്പൊ അത് നമ്മൾ വീട്ടിൽ വന്ന് പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം. ഇല്ലെങ്കിൽ പൊടിയായിട്ടുള്ള രീതിയിലും ക്യാപ്സ്യൂൾ ആയിട്ടുള്ള രീതിയിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ അളവ് തൊട്ട് 1/2 സ്പൂൺ അളവ് വരെയുള്ള പൊടിയാണ് എടുക്കേണ്ടത്. ഇത് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത്. ഇത് കൊളസ്ട്രോൾ ലെവലിനെ, BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിച്ചു പോരാം. എന്നാൽ 7 തൊട്ട് 14 ദിവസം വരെ അളവുകളിൽ മാത്രമാണ് ഇത് കുടിക്കേണ്ടത്. ഇതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ കുടിച്ചു പോരാൻ പാടുള്ളതല്ല. ഒരു 7 തൊട്ട് 14 ദിവസം വരെ മാത്രമാണ് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 3 മാസത്തിന് ശേഷം മാത്രമാണ് ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്രദമാക്കാമുള്ളൂ. ഇനി അടുത്തത് പുറമേ പുരട്ടേണ്ട രീതിയാണ്. നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ജടാമയാതി ചൂർണത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഏകദേശം 3.5 അല്ലെങ്കിൽ 4 സ്പൂൺ അളവായിട്ടുള്ള ജടാമയാതി ചൂർണം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ തലേ ദിവസം പുളിപ്പിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തലേ ദിവസം ഒഴിച്ചു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗപ്രദമാക്കേണ്ടത്. കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അമിതമായിട്ട് വേദനകളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പുളിയിലയുടെ ചാറ് ഉപയോഗിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. പുളിയില ചാറ് കിട്ടിയിട്ടില്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. കഞ്ഞിവെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത്, തലേദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ നിന്നും നമുക്ക് ഈ ഒരു പൊടി ഒരു കുഴമ്പ് രൂപത്തിലാക്കേണ്ടതാണ്. കാരണം ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുഴമ്പ് രൂപത്തിൽ ആക്കാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കഞ്ഞിവെള്ളം. അതിനകത്തേക്ക് ഈ പൊടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു കുഴമ്പ് രൂപത്തിലാക്കി ചെറു ചൂടോട് കൂടിയിട്ട് ഏത് ഭാഗത്താണോ, നിങ്ങൾക്ക് ഉദാഹരണത്തിന് മുട്ടിനാണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കൈമുട്ടിനാണെന്നുണ്ടെങ്കിലോ ഒക്കെ തന്നെ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് പുറമേ ആയിട്ട് നമുക്കൊരു തുണി വെച്ച് കെട്ടിവെക്കാനും, ഒരു ബാൻഡേജ് പോലെ തുണി വെച്ച് കെട്ടിവെക്കാനും പറ്റുന്നതാണ്. ഇങ്ങനെ 1 മണിക്കൂർ സമയമെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ശരിയായിട്ടുള്ള എഫക്റ്റ് നൽകുകയുള്ളൂ. മാക്സിമം ഒരു 3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് കെട്ടിവെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇത് എടുക്കുന്ന സമയത്ത് ഈ പൊടികളൊക്കെ തന്നെ നമുക്ക് ഉണങ്ങിയിട്ടുണ്ടാവും. ഈ പൊടികൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ദിവസത്തേക്ക് കൂടിയിട്ട് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്. ഒറ്റത്തവണ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് കളയണം എന്നില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗപ്രദമാക്കാം. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള കുറച്ച് പൊടി കൂടെ ചേർത്തിട്ട് വേണം അടുത്ത ദിവസം നമ്മൾ ഈ ഒരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും മാറ്റി മാറ്റി
തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പുളിയില ചാറും ഇതുപോലെ നമ്മൾ തിളപ്പിച്ചിട്ട് ആ പുളിയില ചാറിൽ ഈ ഒരു പൊടി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി പുരട്ടാനും പറ്റുന്നതാണ്. ഈ രണ്ട് രീതികളിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മളൊരു 7 തൊട്ട് 14 ദിവസം വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ, പ്രത്യേകിച്ച് വേദന, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും നീര് വലിയാനും ഒക്കെ തന്നെ ഏറെ ഗുണപ്രദമാകുന്നതാണ്. അതുപോലെ തൊടുമ്പോൾ തന്നെ നമുക്ക് അസഹിഷ്ണുതമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ചുമന്നിരിക്കുക, നമുക്ക് ചിലർക്ക് നീര് വരുന്ന സമയത്ത് അതിന് ചുറ്റുമായിട്ട് തന്നെ നമുക്കൊരു റെഡിഷ് കളർ ഉണ്ടാവാം. ഈ കളർ വ്യത്യാസങ്ങൾ മാറാനും ആ ഭാഗത്തെ നീർക്കെട്ടൊക്കെ തന്നെ ശരിയായ രീതിയിൽ വലിയാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണപ്രദമാകുന്നതാണ്. ഈ രീതികളിൽ നിങ്ങൾക്ക് ജടാമയാദിനെ ഉപയോഗപ്രദമാക്കാം. ഇനി മൂന്നാമത് മുഖസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഹെയറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ജടാമയാദിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ഈ ജടാമാഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് നൽകാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ, പേസ്റ്റ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അവയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എണ്ണ കാച്ചുന്നതിലും ഒക്കെ തന്നെ ജടാമയാദി ചേർക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ചെറിയൊരു കഷ്ണം ജടാമയാദി എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഒപ്പം ഇതിന്റെ പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു പൊടി തന്നെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റ് തൈരിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലോ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലോ ഒക്കെ തന്നെ നമുക്ക് ശിരോചർമ്മങ്ങളിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് ഒരു 15-20 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നതും ഹെയർ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യുന്നത് ഗുണപ്രദമാണ്. ഇനി നമുക്ക് എണ്ണയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നതാണ്. സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജടാമയാദിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലാണ്. അതിനു വേണ്ടിയിട്ട് ജടാമയാദിയും അതിനൊപ്പം തന്നെ കുറച്ച് കടലമാവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. അതിനൊപ്പം ആവശ്യത്തിനായിട്ടുള്ള തേനും മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടി ഒരു 15-20 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നതും മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വേദനകളായിക്കോട്ടെ, അല്ലെങ്കിൽ മുടികൊഴിച്ചിലിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, സൗന്ദര്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, എല്ലാത്തിലും അതുപോലെ BP കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ ഗുണകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെറിയൊരു പാക്കറ്റ് മാത്രം ജടാമയാദി ചൂർണം നിങ്ങൾക്ക് വാങ്ങിയാൽ മതിയാവും. ഈ ഒരു ജടാമയാദി ചൂർണം എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ കിട്ടാനും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചൂർണം കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കി അതിന്റെ റിസൾട്ടുകൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.